അപ്പച്ചി, അപ്പച്ചിയുടെ മുഖത്തേ കരിയും പുകയൊക്കെ ഉള്ളതുകൊണ്ട് മേക്കപ്പ് പിടിക്കണില്ല. അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പച്ചി വല്ല ബ്യൂട്ടി പാർലറിക്ക് പോയിക്കോ. കാരണം ഈ ചേച്ചി ചെയ്ത 8ന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ടേ. എന്താടാ എന്റെ മേക്കപ്പിന് കുഴപ്പം? ചേച്ചിയിലെപ്പം പറയേ അപ്പച്ചിന്റെ മുഖത്ത് ഇതൊന്നും പിടിക്കില്ല. അത് അപ്പച്ചിന്റെ മുഖത്ത് കരിയും പുകയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. അപ്പച്ചി ഇങ്ങോട്ട് തിരിഞ്ഞേ. എവിടെ കരി പുക? കരിയും പുകയൊക്കെ ഉണ്ട്, കണ്ടില്ലേ? പിന്നെ എല്ലാത്തിനും നിന്റെ അമ്മയാണ് കാരണം. എന്റെ അമ്മ ഇല്ല കാരണം, അപ്പച്ചിന്റെ അമ്മയാ കാരണം. ചെറുക്ക എന്താ മിണ്ടാണ്ടിരുന്നോ? എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരാ നിനക്ക്? അതിന്റെ പകരം അമ്മ അപ്പച്ചിനെ അടിച്ച ഓർമ്മല്ലേ അൽപ്പച്ചി. അതിന് പകരം എന്റെ അമ്മ നിന്റെ അമ്മച്ചിനെ കിട്ടിയില്ല അമ്മക്ക്. ആഹാ, അപ്പൊ എന്റെ അമ്മയ്ക്ക് തല്ല് മേടിച്ചു കൊടുത്തിട്ടാണ് എന്റെ അടുത്ത് മേക്കപ്പ് ചെയ്യാനിരിക്കണേ അല്ലേ? കൊള്ളാലോ. അതല്ല നീ ചെയ്തേ. എഴുന്നേറ്റ് വിട്ടേ, സ്ഥലം വിട്ടേ. എന്തുവാണത്? എടി, അത് അവര് തമ്മിലുള്ള പ്രശ്നമല്ലേ, നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം? ചെയ്യേ. ഹലോ, നമ്മള് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. എന്ന് വെച്ചാ സിബ്ലിങ്സ്. നമ്മൾ എപ്പോഴും നമ്മുടെ അമ്മേന്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കും, ഞാൻ മരിക്കുന്നവരെ. എടി ചെയ്ത് ആടിയത് എന്തുവാടിയത്? ഞാൻ മേക്കപ്പ് ചെയ്ത് തരില്ല. എഴുന്നേറ്റോ, പൊക്കോ. എന്താണ് ഈ തരണ്ട? എന്റെ അമ്മയുടെ കയ്യിലേ ഇഷ്ടം പോലെ മേക്കപ്പ് സാധനം ഉണ്ട്. ഞാൻ പിച്ചിക്കൂട്ടി കളഞ്ഞു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്തോളാം. കൊരങ്ങി ഇങ്ങനെ പറയുന്നവരാണ് മന്ദബുദ്ധികള്. എന്റെ കയ്യിലുണ്ട് മേക്കപ്പ് സാധനങ്ങള്. എന്റെ അമ്മയുടെ കുറെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാട്ടാ. 3500 പോണു. എന്റെ പൊന്നോ, നീ ഇവിടെ മേക്കപ്പ് എന്ന് പറഞ്ഞു വന്നാണ്ടില്ല. പൊക്കോ. അടി വാങ്ങിച്ചു കൊടുക്കാൻ മോനും അടി വാങ്ങിച്ചു കൊടുക്കാൻ വേറെ മോളും സുന്ദരായിട്ട് വരും കേട്ടാ. ഞാൻ കാണിച്ചു തരാം. സാധനം കൊണ്ട് നടക്കണ നിങ്ങള് ലോക്കൽ വെച്ചോടണോ? മോക്ക് പാട്ട് ചൊറി വരൂടി നിനക്ക്. ചെയ്യണ്ടേ ചേച്ചി? മൈൻഡ് ചെയ്യണ്ട. നിനക്കെന്താ പരിപാടി? അത് പിന്നെ ഞാൻ പോയ വഴിക്ക് ഈ കഞ്ഞി തിളച്ച് മറിയുന്നത് കണ്ടു. അതുകൊണ്ടൊന്ന് ഇളക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇളക്കുന്നത് നിന്റെ അച്ഛമ്മ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിനക്കറിയാവല്ലോ. കേറി പടാത്തോട്ട്. എന്നാ പിന്നെ അച്ഛൻ ഇളക്കിക്കോളൂ. അച്ഛൻ പൊള്ളിക്കുന്നോടാ. പിന്നെ അച്ഛൻ എന്തിനാ അളക്കുന്ന? ഇത് തന്നെയല്ലേ അച്ഛൻ ഞാനും ചെയ്തത്. നീ പോകുന്നുണ്ടോ അതോ ഞാനിത് തലവഴി ഒഴിക്കണോ? ഇളക്കിക്കോ. നോമുന്നാ പോട്ടെ. ഇവിടെ നിക്കടാ. പോവാ. കുറച്ചേരം ഇവിടെ നിക്കൊരു കൂട്ടാവട്ടെ. നിക്ക്. വേണ്ട, ഇളക്കിക്കോ. ഇങ്ങനോട് ഇത് സഹായിക്കേണ്ടത് പറഞ്ഞല്ലേ? കരുപ്പടാത്തോട്ട്. എന്തുകൊണ്ടാ കാണിച്ചത്? തിരിഞ്ഞു പോയി. തവി വെച്ചാൽ നല്ല അടി വെച്ച് വരും കേട്ടോ.